ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന സേമിയ പായസമാണ്. അപ്പോൾ വീട്ടിലോട്ട് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇതിനായിട്ട് വേണ്ടത് വെർമസെല്ലിയാണ്. ഞാനിവിടെ റോസ്റ്റ് ചെയ്തതും ചെയ്യാത്തതും രണ്ടും എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ഏതായാലും അത് എടുത്താൽ മതി. പിന്നെ 1 കപ്പ് പഞ്ചസാര, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ്, പിന്നെ തേങ്ങാപ്പാല്. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് സാബുദാന എന്നും പറയും. പിന്നെ 1 കപ്പ് മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മുടെ പാസ്ചറൈസ്ഡ് പാല്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. അതിലോട്ട് നമ്മുടെ വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ റോസ്റ്റഡ് വെർമിസെല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സാബുദാന ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി വെന്ത് വരുന്നതുവരെ നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 2-ാം തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ 1-ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായി നമുക്കിതിലോട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എല്ലാ ചേരുവകളും ചേർത്തെടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കിഡിലൻ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.